يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله العلي الكبير خالق كل شيء وهو على كل شيء قدير، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إن المتقين في جنات وعيون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ റഹ്മാനായ റബ്ബിൻ്റെ പ്രകീർത്തനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് ഈദുൽ അദ്ഹായുടെ നമസ്കാരവും ഉപദേശങ്ങളുമൊക്കെ ശ്രവിച്ചുകൊണ്ട് നമ്മൾ ജുമുഅയിൽ സംഗമിച്ചിരിക്കുകയാണ്. ഇന്നു തൊട്ട് 4 ദിവസവും നമ്മൾ തുടർച്ചയായി ഇനിയും മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ, ആ തക്ബീർ ധ്വനികൾ വലിയ ആശയങ്ങളുടെ സമാഹാരമാണ്. റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിലക്കുള്ള ആശയങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആ തക്ബീർ ഉരുവിടാൻ. റഹ്മാനായ റബ്ബിനെ മഹത്വപ്പെടുത്തുകയാണ് നമ്മൾ അതിലൂടെ ചെയ്യുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ഏറ്റവും വലിയവൻ എനിക്ക് അല്ലാഹുവാണ്. എന്തിനേക്കാളും ഞാൻ ഏറെ വലിയവനായി കാണുന്നത് എൻ്റെ റബ്ബിനെയാണ്. ആ ആദർശമാണ് അല്ലാഹു അക്ബർ. ആ നിലക്ക് റഹ്മാനായ റബ്ബിനെ റബ്ബ് പരിചയപ്പെടുത്തി തന്നതാണ്. അവൻ അൽ കബീർ അൽ മുതആൽ. അവൻ എല്ലാത്തിനേക്കാളും ഉന്നതനാണ്. അവൻ്റെ ഖുദറത്തും അവൻ്റെ അളമത്തും കൊണ്ട് അവൻ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും വലിയവൻ. അവൻ മാത്രമാണ്. മനുഷ്യ പ്രകൃതിയുടെ വിളിയാളമാണത്. ഏതൊരു മനുഷ്യനും, ശുദ്ധ പ്രകൃതിയുള്ള ഏതൊരു മനുഷ്യനും, ഏതൊരു സൃഷ്ടിയും അംഗീകരിക്കേണ്ടുന്ന തത്വമാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്നുള്ളത്. റഹ്മാനായ റബ്ബ് അവൻ സൃഷ്ടിച്ചിട്ടുള്ള സർവ്വ സൃഷ്ടികൾക്കും ഉൾക്കൊള്ളാവുന്ന മഹനീയമായ ആശയമാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരാളിങ്ങനെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ വിളിച്ചു പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, അലൽ ഫിത്ര. ഫിത്രത്താണ് പറഞ്ഞത്, അഥവാ ശുദ്ധ പ്രകൃതിയാണ് പ്രഖ്യാപിച്ചത്. മനുഷ്യരെല്ലാം പിറന്നു വീഴുന്നത് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുവാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശവുമായിട്ടാണ്. പിന്നീടാണ് അവനിൽ മാറ്റങ്ങളും വ്യത്യാസങ്ങളും വഴിവിട്ട ചിന്തകളും വിശ്വാസങ്ങളുമൊക്കെ കടന്നുകൂടുന്നത്. അപ്പൊ പ്രകൃതി തേടുന്ന വിശ്വാസമാണ് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എന്തിനേക്കാളും വലുത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തവണയാണത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ മുത്ത മുസ്തഫയോട് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന, വറബ്ബക ഫകബ്ബിർ. നിന്റെ റബ്ബിനെ നീ വാഴ്ത്തിക്കൊണ്ടിരിക്കുക, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വകബ്ബിറുഹു തക്ബീറ. അവന് ധാരാളമായി അവന് തക്ബീറുകൾ,
അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പ്രഖ്യാപിക്കുന്നത്? ആ റബ്ബിനേക്കാൾ മഹാനായിട്ട് നമുക്ക് ആരുമില്ല. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ, നമ്മുടെ സങ്കടങ്ങൾ അറിയാൻ, നമ്മുടെ മനസ്സുകളിലെ പ്രയാസങ്ങളെയും നൊമ്പരങ്ങളെയും നീക്കിത്തരാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയിക്കാൻ അവനല്ലാതെ മറ്റൊരു ശക്തിയും നമ്മുടെ മുമ്പിലില്ല. വിശുദ്ധ ഖുർആൻ ചോദിച്ചത് റഹ്മാനായ റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോൾ ആരാണ് ഉത്തമൻ എന്ന ചോദ്യത്തിന് നിങ്ങൾ ആരാധിക്കുന്ന മറ്റുള്ള ആളുകളല്ല, റഹ്മാനായ റബ്ബിനെ കൂടാതെ മറ്റൊരു ഇലാഹി നിങ്ങൾക്ക് ഈ വിഷയത്തിലില്ല. അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅഹ് വയക്ഷിഫുസ് സൂ. വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. പ്രയാസപ്പെടുന്നവൻ, ഗതി പൊട്ടുന്നവൻ, വളരെ അവന്റെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ടോ? വേറെ ആരുണ്ട്? അതുപോലെ തന്നെ വയക്ഷിഫുസ് സൂ, പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവന് മോചനം നൽകി അതിൽ നിന്ന് അവന് രക്ഷ നൽകുവാൻ ആരുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. ആരുമില്ല. ഇലാഹും അല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ? ഇല്ല. എവിടെ നിന്ന് വിളിച്ചാലും, ഏതു സമയത്ത് വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, ഉറക്കെ വിളിച്ചാലും പതുക്കെ വിളിച്ചാലും, എവിടെയായിരുന്നാലും, എന്തെന്ത് ആവശ്യങ്ങളാണെങ്കിലും അതൊക്കെ വേറെ വേറെ കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാൻ ഓരോരുത്തരുടെ ആരുടെയൊക്കെ വിളികളുണ്ടോ, പ്രാർത്ഥനകളുണ്ടോ, അതൊന്നും ഒരു കൺഫ്യൂഷനുമില്ലാതെ വേറെ വേറെ കേട്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്താണെന്ന് കേട്ട് അവക്കെല്ലാം വേറെ വേറെ ഉത്തരം നൽകുവാൻ കേൾപ്പും ശക്തിയുമുള്ളവൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ പ്രഖ്യാപനമാണ് നമ്മൾ ആ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാങ്ക് നിസ്കാരത്തിന്റെ മുമ്പിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന ബാങ്ക് വിളി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 4 തവണ പറഞ്ഞുകൊണ്ടും അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് 2 തവണ വീണ്ടും അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇഖാമത്തിലും നിസ്കാരത്തെ തുടങ്ങുമ്പോൾ അതിന്റെ ആ മുമ്പുള്ള ഇഖാമത്തിലും തക്ബീർ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ കൈകെട്ടിയ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നതിന്റെ ഇടക്കുള്ള നമ്മുടെ ഓരോ പോക്ക് വരവുകളിലും അടക്കാനക്കങ്ങളിലുമൊക്കെ അല്ലാഹു അക്ബർ അതിങ്ങനെ കൃത്യമായി നമ്മെ കൊണ്ട് ഉരുവിടിയിക്കുകയാണ്. ഹജ്ജിനതാ നമ്മുടെ സഹോദരങ്ങൾ വിശുദ്ധ ഭൂമികളിൽ അവർ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ മിനായിലും അറഫാത്തിലുമൊക്കെ അവർ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജീവിതത്തിൽ എത്ര തവണയാണ് നമ്മളത് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു യാത്രാവാഹനത്തിൽ ഏറിയാൽ യാത്രക്കാരൻ അവന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ അവൻ പുകഴ്ത്തുകയാണ്, മഹത്വപ്പെടുത്തുകയാണ് അല്ലാഹു അക്ബർ. എനിക്കല്ലയാണ് എന്തിനേക്കാളും വലുത്. എത്ര കൃത്യമായ പ്രഖ്യാപനങ്ങളാണത്! ഒരു മാസപ്പിറവി ഹിലാൽ ദർശിക്കുന്ന വേളയിൽ അല്ലാഹു അക്ബർ, റഹ്മാനായ റബ്ബിനെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ഉദുഹിയ്യത്ത് അറുക്കുന്ന വേളയിൽ ബിസ്മില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അറവ് അവനെ മാത്രമല്ലാതെ നിർവഹിക്കാൻ എനിക്ക് പറ്റില്ല. ആ റബ്ബിന്റെ നാമത്തിലാണ് ഞാൻ അറക്കുന്നത്, ബിസ്മില്ലാഹ്, അല്ലാഹു അക്ബർ. എത്ര ഇടങ്ങളിൽ, എണ്ണിയാൽ തീരാത്ത ഇടങ്ങളിൽ. എന്തേ കാരണം? അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവനെ നമ്മുടെ രക്ഷകനായിട്ടുള്ളൂ. അവനാണ് ഏത് പ്രയാസങ്ങളിലും നമ്മെ രക്ഷപ്പെടുത്തുന്ന ഏക ശക്തി. സർവശക്തനായ റബ്ബ് മാത്രമാണ്. വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം, ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാത്തിൽ ബർരി വൽ ബഹരി തദ്ഊനഹു തദർറുഅൻ വഖുഫിയ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ ഖുലില്ലാഹ് യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ. വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. കരയിലും കടലിലുമൊക്കെയുള്ള അന്ധകാരങ്ങളിൽപ്പെട്ട് നിങ്ങൾ ഉഴലുമ്പോ, നിങ്ങൾ വിളിച്ചാൽ, എവിടെ നിന്ന് വിളിച്ചാലും, ഏത് സമയത്തും എപ്പോഴും ഏത് ഭാഷയിലാണെങ്കിലും എവിടെയാണെങ്കിലും എത്രായിരം കോടി ജനങ്ങളാണെങ്കിലും ആരാണെങ്കിലും അതൊക്കെ വേറെ വേറെ കേട്ട് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കേൾപ്പുള്ള ശക്തിയുള്ള ആരാണുള്ളത്? അവനെയാണല്ലോ നിങ്ങൾ വളരെ വിനയത്തോടെ താഴ്മയോടെ ഗോപ്യമായി നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയ ഞങ്ങള് നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളായി കൊള്ളാമെന്നൊക്കെ കടലിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആരാണ് നിങ്ങൾക്ക് എവിടെയും രക്ഷകനായിട്ടുള്ളത്? അള്ളാഹു തന്നെ അവർക്ക് മറുപടി പഠിപ്പിക്കാൻ മുസ്തഫയോട് പറയാണ്, ഖുൽ, നബിയെ പറയൂ അവരോട്, അല്ലാഹ് ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഏത് പ്രാർത്ഥനകളും കേട്ട് ഉത്തരം ചെയ്യാൻ കേൾപ്പുള്ളവൻ
അവൻ മാത്രമേയുള്ളൂ. സുമ്മാന്തും തുശ്രികൂൻ, എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണോ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു അക്ബറുകൾ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണയാണ് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, റബ്ബല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, റബ്ബല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന, അവയ്ക്ക് വേണ്ടി കാർഷികോൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളെയും ഒക്കെ നേർച്ചയാക്കി വിടുന്ന അത്തരത്തിലുള്ള 100 കൂട്ടം ആളുകൾ അവർ പ്രഖ്യാപിക്കുന്ന അല്ലാഹു അക്ബറുകൾ അത് ഇഖ്ലാസുള്ളതല്ല, അത് ശുദ്ധ കാപട്യമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ അതിൽ പെട്ടുപോകുവാൻ പാടില്ല. അതുകൊണ്ട് മുഴക്കുന്ന തക്ബീറുകളോട് നീതി പുലർത്തിക്കൊണ്ട് വിശ്വാസ വിശുദ്ധിയോടെ, കർമ്മവിശുദ്ധിയോടെ, സ്വഭാവ വിശുദ്ധിയോടെ, സാമ്പത്തിക വിശുദ്ധിയോടെ, ധാർമ്മിക വിശുദ്ധിയോടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവനെ മാത്രം ആരാധിക്കുന്ന, അവന്റെ മഹത്വങ്ങൾ ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ നമ്മൾ മുഴക്കുന്ന തക്ബീറുകൾ, ആ തക്ബീറുകൾ അധികരിപ്പിക്കുവാൻ ഇസ്ലാം കൃത്യമായി തന്നെ പറയുകയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ, നാം നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആദർശമാണ്. എനിക്ക് എൻ്റെ റബ്ബിനേക്കാൾ അപ്പുറമല്ല ഈ ലോകത്ത് ആരും. അതെൻ്റെ മാതാപിതാക്കളാണെങ്കിലും, എൻ്റെ മക്കളാണെങ്കിലും, എൻ്റെ മറ്റു ബന്ധുമിത്രാദികളാണെങ്കിലും, അയൽക്കാരാണെങ്കിലും, നാട്ടുകാരാണെങ്കിലും, ആരാണെങ്കിലും എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തൊരാൾ പറയുകയാണെങ്കിൽ അവരെക്കാളെല്ലാം ഞാൻ എൻ്റെ റബ്ബിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന വിധത്തിലേ ഞാൻ കച്ചവടം ചെയ്യൂ. എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന ജീവിതത്തിലായിരിക്കും എൻ്റെ കുടുംബ ജീവിതം. എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും എൻ്റെ എ മുതൽ സെഡ് വരെയുള്ള ജീവിതം. അതാണ് അല്ലാഹു അക്ബർ. അതല്ലാതെ കേവലം മനസ്സിൽ തട്ടാതെ ഒരീണത്തിൽ ഇങ്ങനെ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞ് ആ നിലക്ക് ഉരുവിടേണ്ടുന്ന കേവല അധര വ്യായാമത്തിൻ്റെ പദങ്ങളല്ല അല്ലാഹു അക്ബർ എന്നുള്ളത്. മഹനീയമായ ആശയമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റബ്ബിന് പൊരുത്തമില്ലെങ്കിൽ ആര് പറഞ്ഞാലും അതനുസരിക്കരുത്. ലാ തഅത ലി മഖ്ലൂഖ് ഫീ മഅസിയത്തിൽ ഖാലിഖി. സ്രഷ്ടാവായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിച്ചു പോകരുത്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. എന്തുകൊണ്ട്? ഞാൻ മുഴക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് മതചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഈ തക്ബീറുകൾ മതചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു അത് നിശ്ചയിച്ച ദിവസങ്ങളിൽ പ്രത്യേകം അതിന് പുണ്യമുണ്ടല്ലോ. കാരണം വമൻ യുഅള്ളിം ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ ആര് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവോ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അയാളുടെ ഹൃദയത്തിൽ തഖ്വയുള്ളതിന്റെ അടയാളമാണെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. റബ്ബിനേറെ ഇഷ്ടമുള്ള വചനങ്ങളാണത്. ദുനിയാവിലുള്ള എന്തിനേക്കാളും മഹത്വമേറിയ വചനമാണത്. പ്രഖ്യാപിക്കുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴൊക്കെ ഒരു മഹത്തായ ഒരു സന്തോഷ വാർത്ത വരാനിരിക്കുന്നുണ്ട്. നമ്മൾ മരിക്കുന്ന നേരത്ത്, നമ്മളുടെ മരണവേളയിൽ മലായിക്കത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മഹ്ശറിൽ വെച്ചൊക്കെ നമുക്ക് ചില സന്തോഷ വാർത്തകൾ കേൾക്കാൻ സൗഭാഗ്യം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിൽ കാണുന്നു. മുത്ത മുസ്തഫ പഠിപ്പിച്ച റിപ്പോർട്ടുകളിൽ കാണാം, മാ കബ്ബറ മുകബ്ബിറുൻ ഖത്തു ഇല്ലാ ബുശ്റ. തക്ബീർ ചൊല്ലുന്ന ഏതൊരു വ്യക്തിയാവട്ടെ ആ മനുഷ്യൻ തക്ബീർ ചൊല്ലുന്നില്ല, ഇല്ലാ ബുശ്റ, അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. സന്തോഷ വാർത്ത അറിയിക്കപ്പെടാതിരിക്കില്ല എന്നാണ്. ഉടനെ ചോദ്യം വന്ന മുത്ത മുസ്തഫയോട് അന്വേഷിച്ചു സഹാബത്ത്, യാ റസൂലല്ലാഹ് ബിൽ ജന്ന, സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയായിരിക്കുമോ? ഓരോ തക്ബീർ ചൊല്ലുമ്പോഴും അവന് ജീവിതത്തിൽ അല്ലാഹു അക്ബറുകൾ പ്രഖ്യാപിച്ച മനുഷ്യന്
അവന് ജന്നത്ത് കൊണ്ടുള്ള സന്തോഷ വാർത്തയായിരിക്കുമോ ലഭിക്കുക? മുസ്തഫായുടെ മറുപടി നഅം, അതെ അതെ. മരണനേരത്തെ തക്ബീറുകൾ, ആ നിലക്ക് സ്വർഗമുണ്ടെന്ന വാർത്ത കേൾക്കാൻ, ഖബറിൽ ആ നിലക്കുള്ള സുവിശേഷങ്ങൾ കേൾക്കാൻ, ഖബറിൽ നിന്ന് മഹ്ശറിലേക്കുള്ള ഓട്ടത്തിൽ ആ സുവിശേഷം കേൾക്കാൻ, മഹ്ശറിൽ ആ സുവിശേഷം കേൾക്കാൻ അല്ലാഹു അക്ബർ അധികരിപ്പിച്ച ആളുകൾക്കാണ് സാധിക്കുക. അത് കേവലം അധികരിപ്പിക്കലല്ല, നേരത്തെ പറഞ്ഞ ആശയങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. ഒരു പുണ്യവും നഷ്ടപ്പെടരുത്, ഒന്നും നിസ്സാരമല്ല. ഉദുഹിയ്യത്തിന്റെ ദിവസങ്ങളാണ് ഇനിയും വരാനിരിക്കുന്നത്. ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും, ആരുടെയെങ്കിലും മനസ്സിൽ എനിക്ക് സാധിച്ചില്ലല്ലോ ഇതുവരെ അതിന് കരുതാനെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ചാൻസ് അവസാനിച്ചിട്ടില്ല. ഇന്ന് ദുൽഹജ്ജ് 10 നമുക്കായത്. 11, 12, 13 ദുൽഹജ്ജ് 13 മഗ്രിബിന്റെ മുമ്പ് വരെ നിങ്ങൾക്ക് അറവ് നിർവഹിക്കാം. ആർക്കെങ്കിലും ഇതുവരെ അതിന് സാധിച്ചില്ലയോ, തീരുമാനമെടുത്തോളൂ. തീരുമാനമെടുത്തത് മുതൽ നിങ്ങൾ നഖവും മുടിയും നീക്കുന്ന ആദിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന അദബ് നിങ്ങൾ പാലിക്കണമെന്നേയുള്ളൂ. നിങ്ങൾക്ക് ഇനിയും അതിന് അവസരങ്ങളുണ്ട്. റഹ്മാനായ റബ്ബിന്റെ, അവനെ വാഴ്ത്തിക്കൊണ്ട് അവന്റെ പേരിൽ മാത്രമുള്ള അറിവുകൾ ലോകത്ത് കുറഞ്ഞു വരുമ്പോൾ വിശ്വാസികളെ, നമ്മൾ അതിനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി തന്നെ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഒരു നന്മയും ചെറുതല്ല, ഒരു നന്മയെയും അവഗണിക്കരുത്. കിട്ടുന്ന അവസരങ്ങൾ ഇനി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനൊരു ചാൻസിന് ഇനി നമ്മുടെ ആയുസ് ബാക്കിയായിക്കൊള്ളണമെന്നില്ല. റഹ്മാനായ റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അബദ്ധങ്ങളെല്ലാം അവൻ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം അവൻ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അവൻ നമുക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അവൻ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.